Hi friends, welcome to YouTube channel of Tutic Academy. Today we are going to discuss about how to find the square of a two-digit number in very easy way. So ഈ വീഡിയോ കഴിയുന്നതോടുകൂടി ടു ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു 5 സെക്കൻഡ് കൊണ്ട് സ്ക്വയർ കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ആദ്യം നമുക്ക് എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ we have to find the square of 32. So square of 32 will be first we have to find the square of the ones digit. ഇവിടെ onesന്റെ സ്ഥാനത്ത് എഴുതിയത് 2 ആണ്. സോ 2ന്റെ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കാം. 2ന്റെ സ്ക്വയർ 4 ആണ്. സോ 2ന്റെ സ്ക്വയർ 4 ആണ്. ആ 4 നമ്മൾ ഇവിടെ എഴുതുന്നു. ദെൻ നമുക്ക് അടുത്ത കണ്ടുപിടിക്കേണ്ട സാധനം എന്ന് പറയുന്നത് അടുത്ത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഈ ഇവിടെയുള്ള ഡിജിറ്റ്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം 3 into 2 ചെയ്യാം. സോ 3 into 2 അത് 6 ആണ്. ദെൻ ഇതിനോട് നമ്മൾ ഇതിന്റെ ഡബിൾ എടുക്കുക, അല്ലെങ്കിൽ ഇതിനോട് നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. അപ്പൊ നമ്മൾ 12 ആണ് ഇവിടെ എഴുതേണ്ടത്. പക്ഷെ 12 മുഴുവനായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ പകരം 2 എഴുതുന്നു. 1 നമ്മൾ അവിടെ റിമൈൻഡർ ആക്കി എഴുതി വെക്കുന്നു. 1 നമുക്ക് ഇവിടെ വെക്കാം. ദെൻ 2ന്റെ സ്ക്വയർ ആണ് നമ്മൾ എഴുതിയത്. ദെൻ 2 into 3 ദെൻ നമ്മൾ 3 into 2 ചെയ്തു. 3 into 2 which is 6 ആണ്. 3 into 2 6 ആണ്. ദെൻ അതിന്റെ ഡബിൾ എടുത്തു. അപ്പൊ 12 ആണ്. അതിൽ 2 ഇവിടെ എഴുതി. ദെൻ 1 ഇവിടെ വെച്ചു. ദെൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 3ന്റെ സ്ക്വയർ ആണ്. 3ന്റെ സ്ക്വയർ എത്രയാണ്? അത് 9 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. അപ്പൊ നമ്മൾ 9 ആണ് ആക്ച്വലി ഇവിടെ എഴുതേണ്ടത്. പക്ഷെ ഇവിടെ റിമൈൻഡർ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. സോ 9 plus 1 which is 10. അത് നമ്മൾ ഇവിടെ എഴുതുന്നു. ദിസ് ഇസ് അടുത്തൊരു എക്സാമ്പിൾ എഴുതാം. നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് 47 സ്ക്വയർ. 47 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഹിയർ നമുക്ക് എന്ത് ചെയ്യാം? 47 സ്ക്വയർ സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ 7ന്റെ സ്ക്വയർ എഴുതുന്നു. 7ന്റെ സ്ക്വയർ വി നോ 7ന്റെ സ്ക്വയർ ഇസ് 49. പക്ഷെ നമ്മൾ 49 എഴുതില്ല, പകരം 9 എഴുതത്തുള്ളൂ. ബാക്കി 4 ഇസ് റിമൈൻഡർ. സോ ദെൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്മൾ 4 into 7 ആണ് കണ്ടുപിടിക്കേണ്ടത്. 4 into 7 എന്ന് പറയുന്നത് 28 ആണ്. അതിന്റെ ഡബിൾ എടുക്കുക. അപ്പൊ എത്ര കിട്ടും? 56 കിട്ടും. സോ വി ക്യാൻ റൈറ്റ് ഹിയർ 56, ബട്ട് നമ്മൾ 6 എന്ന് എഴുതത്തുള്ളൂ. സോറി നമ്മൾ 56ന്റെ അപ്പുറം ഇവിടെ നമ്മൾ റിമൈൻഡർ എഴുതി വെച്ചിട്ടുണ്ട് 4. സോ നമുക്ക് 56 പ്ലസ് 4 എത്രയാ? 56 പ്ലസ് 4 60 ആണ്. സോ 60 എഴുതുന്നു. 60 എഴുതുന്ന പകരം നമ്മൾ 6 0 മാത്രമേ എഴുതുള്ളൂ. പകരം വരുന്ന 6 നമ്മൾ ഇവിടെ റിമൈൻഡർ ആക്കി എഴുതുന്നു. ഓക്കെ, ഇത് നമുക്ക് ബാക്കിയുള്ളത് എന്താ ഉള്ളത്? ബാക്കിയുള്ളത് 4 ആണ്. 4ന്റെ സ്ക്വയർ എത്രയാ? 16 ആണ്. 4 സ്ക്വയർ 16. അത് നമുക്ക് ഇവിടെ എഴുതാം. 4 സ്ക്വയർ 16 ആണ്. അതിലൂടെ നമ്മൾ ഇവിടെ ഉള്ള 6 ആഡ് ചെയ്യുന്നു. അപ്പൊ എത്ര കിട്ടും? 22 കിട്ടും അല്ലെ? പ്ലസ് 6 ചെയ്താൽ 22 കിട്ടും. ആ 22 നമ്മൾ ഇവിടെ ചെയ്യുന്നു. ദ സ്ക്വയർ ഓഫ് 47 ഈസ് 2209. സോ നെക്സ്റ്റ് ഈസ് 63. 63 സെയിം ആസ് 63ന്റെ സ്ക്വയർ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. റിമൈൻഡർ ഒന്നുമില്ല. ദെൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 6 into 3 ആണ്. 6 into 3 is 18 ആണ്. അതിന്റെ ഡബിൾ എടുക്കുക. അത് 36 ആണ്. അപ്പൊ 6 നമ്മൾ ഇവിടെ എഴുതുന്നു. 3 നമുക്ക് ഇവിടെ റിമൈൻഡർ ആക്കി എഴുതാം. ദെൻ 6ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. 6ന്റെ സ്ക്വയർ 36 ആണ്. അതിനോട് നമ്മൾ ഇവിടെ ഉള്ള 3 ആഡ് ചെയ്യുന്നു. 3 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 3 ആഡ് ചെയ്താൽ 36നോട് 3 ആഡ് ചെയ്താൽ 39 കിട്ടും. അപ്പൊ 39ന്റെ 9 മാത്രമാണ് നമ്മൾ എഴുതുന്നത്. എഗെയിൻ നമുക്ക് റിമൈൻഡർ 3 ആണ്. അത് ഇവിടെ എഴുതുന്നു. ഓക്കെ, ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 6ന്റെ സ്ക്വയർ 39 ആണ്. സോറി ഓക്കെ. ദെൻ അപ്പോൾ 63ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3969 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് 84 സ്ക്വയർ ആണ്. 84ന്റെ സ്ക്വയർ എന്ന് പറയാൻ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 84ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. 16 ആണ്, 1 ആണ്. ദെൻ 8 into 4 കണ്ടുപിടിക്കണം. 8 into 4 is 32 ആണ്. അതിന്റെ ഡബിൾ എടുക്കുക. അത് 64 ആണ്. സോ 64 പ്ലസ് 1 ഇവിടെയുള്ള 1 കൂടെ ആഡ് ചെയ്യണം. അപ്പൊ 65 ആണ്. അപ്പൊ നമുക്ക് 6 എഴുതാം. ദെൻ ബാക്കി എത്ര ഉള്ളത്? 8 ആണ്. 8ന്റെ സ്ക്വയർ ഇസ് 64 ആണ്. 64 പ്ലസ് 6 ആണ്. 64 പ്ലസ് 60 ആണ് 70 ആണ്. അപ്പൊ ഇവിടെ 70 എഴുതുന്നു. 7056 is answer. സോ നമുക്കൊരു പാറ്റേൺ കിട്ടി. നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നറിയില്ല. നമ്മൾ പണ്ടെന്നോ പഠിച്ചിട്ടുള്ള പാറ്റേൺ ആണ്. നമ്മൾ 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ യൂസ് ചെയ്തത്. അത് ആ ഷോർട്ട് കട്ട് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ള സാധനം എന്ന് പറയുന്നത് a plus b whole square എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ എക്സ്പാൻഷൻ ആണ്. സോ a plus b whole square എന്ന് പറഞ്ഞാൽ which is a square plus b square plus 2 into ab എന്നാണ്. ഇതിന്റെ ഈ ഒരു ഫോം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഈസിയിൽ കണ്ടുപിടിച്ചത്. സോ ഇനി മുതൽ 2 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 7 സ്ക്വയർ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും വിചാരിക്കുന്നു. കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.